വേറെ രണ്ട് നീ എന്റെ പൊന്നാര മോനാ. ആണോ? ഞാനാണ് നിന്നെ ഇത്ര ആക്കി. അതെ ഗായ്സ്, പള്ളിക്കള്ളനായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, നീ ഏതായാലും മരിച്ചയാളുടെ DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ, കുഴി മാന്തണമല്ലോ. അപ്പം നീ അങ്ങനെ നിന്റെ ഇതില് നിന്റെ റിസ്കിൽ നീ തന്നെ ചെയ്യണം, കേട്ടോടി കള്ളിത്താത്തെ. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രേണു സുധിയുടെയും ആൽബത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള വിപിൻ ലാലുവായിട്ടുള്ള പ്രശ്നം ഈ ഒരു നിമിഷം വരെയും തീർന്നിട്ടില്ല കേട്ടോ. ആ ഒരു പ്രശ്നം ഇപ്പൊ എത്തി നിൽക്കുന്നത് ഈ ഋതപ്പന്റെ DNA തെളിയിക്കണമെന്ന് പറഞ്ഞാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കിക്കോണേ. ഋതപ്പന്റെ DNA ടെസ്റ്റ് ചെയ്യണമെന്ന് രേണു സുധി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ 1-2 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരിയെ സംബന്ധിച്ച് ഇത് വീണ് കിട്ടിയ ഒരു അവസരമാണ്. ഇതൊരു കണ്ടന്റ് ആണ്. മാക്സിമം റീച്ച് കിട്ടാനേ രേണു സുധി നോക്കത്തുള്ളൂ. പിന്നെ ആ ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തി, അവനും ആളത്ര ശരിയല്ലെന്ന് അറിയാലോ. ആ ഒരു വിഷയത്തിൽ ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. രേണുവിനെ മാത്രമായിട്ട് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. ഞാൻ ജെനുവിൻ ആയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത്. സാമാന്യ ബോധമുള്ള ആർക്കാണെങ്കിലും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്തായാലും രേണു പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കേട്ടോ. എടി ഷഫീന ബീവി, നീ കുറെ നാളായി തുടങ്ങിയിട്ട് എന്റെ ഇളയ കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കണം. ഓക്കെ, തെളിയിക്കാം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ചെലവിന് നീ തെളിയിച്ചിട്ട് പോയാൽ മതി. നിന്റെ ചെലവിന് നീ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ, കല്ലറയിൽ ചെന്ന് റീപോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നീ DNA. അല്ല, നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങളൊരു ഭാര്യയാണോ? നിങ്ങൾ ഇതിനൊന്ന് ആലോചിച്ച് നോക്കിയാൽ മരിച്ചുപോയ ആ സുധിച്ചേട്ടന്റെ ആ ഒരു കുഴിമാടം തുറന്നിട്ട് പിന്നെ പുള്ളിക്കാരന്റെ ബോഡി എടുത്ത് റീപോസ്റ്റ്മോർട്ടം ചെയ്ത് എന്നിട്ട് അതിൽ നിന്ന് DNA ടെസ്റ്റ് നടത്താനായിട്ടൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങൾക്ക് എന്ത് ഉളുപ്പാണുള്ളത്? ആ പാവം മരിച്ചുപോയ മനുഷ്യനെയൊക്കെ എന്തിനാണ് ഇതിനകത്തോട്ട് എടുത്ത് ഇടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മരിച്ചുപോയ മനുഷ്യൻ പോയി, ഇനിയും അതിന്റെ ആ ഒരു ബോഡീനെ പോലും വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ എല്ലും കഷ്ണമായിട്ടുണ്ടാവും. അതുപോലും വെറുതെ വിടത്തില്ലെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഒരു ബോധമില്ലേ? ഷഫീന ബീവിയായിട്ട് നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ കാണും. ഷഫീന ബീവി എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നം കാണുമായിരിക്കും. ഷഫീന ബീവിയുടെ കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമോ? പുള്ളിക്കാരി ഒന്ന് എന്തുണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി തന്നെയാണ്. നിങ്ങൾ അങ്ങോട്ട് ചൊറിയാൻ വേണ്ടി ചെല്ലുന്നത് കൊണ്ടാണ് അവര് നിങ്ങൾക്കെതിരായിട്ട് വരുന്നത് എന്നും പറഞ്ഞ് നിങ്ങൾ ഇത് വേറെ ലെവലിലോട്ട് കൊണ്ടുപോകുന്ന എന്തിനാ? നിങ്ങൾ ആലോചിച്ചു നോക്കി. ഇതൊക്കെ ശരിക്കും പറഞ്ഞ സുധിച്ചേട്ടന്റെ വീട്ടുകാരൊക്കെ ഇത് കാണത്തില്ലേ? ആ പുള്ളിക്കാരന് ജീവിച്ചിരിക്കുന്ന ഒരു മകനുണ്ട്. പിന്നെ നിങ്ങൾ അനാവശ്യമായിട്ട് എന്തിനാണ് ആ സുധിച്ചേട്ടനെ മെക്കിട്ട് കയറാൻ നിൽക്കുന്നത്? മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടം തന്നെ. ശരിക്കും പറഞ്ഞ കഷ്ടം തോന്നുന്നു ഇവരോടൊക്കെ. തൊട്ട് നീ ബാധ പഠിച്ചാൽ മതി. നിന്റെ ചെലവ് എനിക്കും ഇതിനെ തെളിയിക്കണോടി. നീ തന്നെ തെളിയിച്ചോ. നീ ഒരു കാര്യം ചെയ്യ്, നീ ഏതായാലും മരിച്ചയാളുടെ DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ, കുഴി മാന്തണമല്ലോ. അപ്പം നീ അങ്ങനെ നിന്റെ ഇതില് നിന്റെ റിസ്കിൽ നീ തന്നെ ചെയ്യണം, കേട്ടോടി കള്ളിത്താത്തെ. നിങ്ങൾക്ക് എന്ത് സ്നേഹവും ഉണ്ടെന്നാ പറയുന്നത് സുധിച്ചേട്ടന്റെ അടുത്ത്? നിങ്ങൾക്ക് ഒരു സ്നേഹവും ഇല്ല അങ്ങേരുടെ അടുത്ത്. റീച്ചിന് വേണ്ടി മാത്രം അങ്ങേരുടെ പേരും പൊക്കിപ്പിടിച്ച് നടക്കുന്നു, അത്രേ ഉള്ളൂ. കുറച്ചെങ്കിലും ബോധത്തോടു കൂടി നിങ്ങൾ പെരുമാറും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വായി തോന്നുന്നു എന്തും വിളിച്ച് പറയരുത്. ഇങ്ങനെയാണോ സംസാരിക്കേണ്ട രീതി? ആ മനുഷ്യനെ എന്തിന് ഇതിനകത്ത് ഇടയ്ക്ക് പിടിച്ചിടണം? എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ചിൽ അയാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കല്യാണം കഴിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു. ആ മനുഷ്യൻ മരിച്ചിട്ട് ഏകദേശം ഒരു 2-3 വർഷമെങ്കിലും ആയി. ഇപ്പോഴും ആ മനുഷ്യന്റെ പേരും പൊക്കിപ്പിടിച്ച് ഇങ്ങനെ നടക്കും. അല്ല, ഇവര് ഇതെന്തരം ഫ്രീ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ബാക്കിയും കൂടെ കണ്ടുനോക്കാം. എടി ഷഫീന തെർത്താത്ത, നിന്റെ പുറകിൽ ആരൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. നിന്റെ പുറകിൽ ആരുണ്ടേലും ഇല്ലേലും എനിക്ക് വിഷയമല്ല. നീ എൻ്റെ ഇളയ കുഞ്ഞിന്റെ DNA ടെസ്റ്റ് നടത്തണം, പിതൃത്വം തെളിയിക്കണമെന്ന് പറഞ്ഞ് നടക്കുമല്ലേ? നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ചെയ്ത് കാണിക്കും. നീ കാണിക്കണം. നീ പെണ്ണാണെങ്കിൽ, നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവളാണ്, നീ കാണിക്കണോടി. നീ DNA ടെസ്റ്റ് എടുപ്പിക്കണം. ഇവർക്ക് ആവശ്യം എന്താണെന്നറിയോ? വീണ്ടും ഇതുപോലൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യണം. ഈ പറയുന്ന സുധിച്ചേട്ടനെ റീപോസ്റ്റ്മോർട്ടം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിവാദം അത് സൃഷ്ടിക്കണം. ഇതൊക്കെ ആയിരിക്കും പുള്ളിക്കാരത്തി ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. റീച്ചിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ ഇവർ പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന ആരെങ്കിലും ഇതുപോലുള്ള ഒരു മറുപടി അവർക്ക് കൊടുക്കുവോ? ആർക്കായിക്കോട്ടെ. സ്വന്തം മരിച്ചുപോയ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുവോ? അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട്? ഇല്ല. നിങ്ങളൊന്ന് എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈ അടക്കി കഴിഞ്ഞ ഒരു ആരുടെയെങ്കിലും ശവശരീരം ഇങ്ങനെ എന്താണ് കുറെ നാൾ കഴിഞ്ഞ് റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒരു കേസിന്റെ കാര്യത്തിലും അല്ല അങ്ങനെ ഒരു ഇത് വരുവാണെങ്കിൽ ആ വീട്ടിൽ അവരുടെ അവസ്ഥയൊന്ന് ആലോചിക്കുക. എന്തൊരു വിഷമവും സങ്കടമായിരിക്കും അവർക്ക്. അടക്കിയ മനുഷ്യനെ പിന്നെയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു
എനിക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും രേണുവിന്റെ കാര്യം എന്ന് പറയുമ്പോൾ രേണുവിന് പുതിയ എന്തെങ്കിലും വിവാദങ്ങളിൽ ഇങ്ങനെ അകപ്പെടണം, എന്നിട്ട് റീച്ച് ആവണം. അതാണ് രേണുവിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ആയിപ്പോയി. എന്തായാലും ഇവർക്ക് ഇതിന്റെ ഒരു ടേസ്റ്റ് നല്ലപോലെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നി. എന്ന് വെച്ചാൽ അതാണ് ഇതൊന്നും മാറ്റാത്തത്. ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകും. ഇതൊന്നും ഇനി ഒരിക്കലും അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയ എന്താണ്, അതിന്റെ റീച്ച് എന്താണെന്നുള്ളതിന്റെ ടേസ്റ്റ് കിട്ടിപ്പോയി. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇപ്പൊ ഓരോരുത്തർ പറയും ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാ ഇതിന് ഇടപെടുന്നത്, അവരെന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പാവം സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയുമെന്ന് രേണു ഇങ്ങനെ എല്ലാരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇങ്ങനെയൊന്നും രേണു ചെയ്യാൻ പോകുന്നില്ല. ശരിക്കും രേണുവിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബേഴ്സ് എല്ലാവരും ഇവർക്ക് നല്ല രീതിയിൽ ഇവരെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യുന്നതിന്റെ കാര്യം ഇവരുടെ പ്രവർത്തികളുമായിട്ട് കൂടുതൽ യോജിച്ചു പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഓരോ വീഡിയോകൾ ചെയ്തു പോകുന്നത്. ഇവരാണെങ്കിൽ അതൊക്കെ നല്ല റീച്ച് ആണെന്നുള്ള റീച്ചിന് വേണ്ടിയിട്ടാണ്, റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഓരോന്നും ഇങ്ങനെ കൊണ്ടുവന്ന് നടക്കുന്നത്. അല്ലാതെ ഇവര് വിഷമവോ അങ്ങനെ ഒന്നും ഇവർക്കില്ല. ഇവരിതൊക്കെ എൻജോയ് ചെയ്യുവാണ്. ഇനി കിച്ചു ഇട്ട ഒരു വീഡിയോ, ഇൻസ്റ്റാഗ്രാമിൽ അവന് ഇട്ട ഒരു വീഡിയോ ആണ്, അത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. ഗോമുട്ടി, എന്നെ കുറിച്ച് 2 വാക്ക് പറ. ഇയാള് എന്റെ ചുരുക്കുട്ടന്റെ പെണ്ണു പറഞ്ഞുകൊണ്ട് ഞാൻ ചുമക്കുന്നു. വേറെ 2 വാക്കുകൂടെ പറയാം. വേറെ 2, നീ എന്റെ പൊന്നാര മോനാ, ഞാനാണ് നിന്നെ ഇത്ര ആക്കി. അതെ ഗായ്സ്, പള്ളിക്കള്ളനായിരുന്നു. ജയ്ജിത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ എന്നറിയോ? എന്നിട്ടൊന്നും കൊണ്ടുവന്നില്ല. ഇന്ന് രാത്രി നമ്മള് കേക്ക് മുറിക്കാൻ പോകുന്നു. ആന്നാ? ഹാപ്പി ബർത്ത്ഡേ ടു യു രജിത്ത്. ഹാപ്പി ബർത്ത്ഡേ. കണ്ടല്ലോ, ഇതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, ഞാനാണ് നിന്നെ നോക്കിയിട്ടുള്ളത്, നീ എന്റെ പൊന്നുമോനാണ്. ഈ ഒരു കാര്യം പറഞ്ഞ ഈ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകും. അല്ല, തൂത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഈ പരിപാടികളിൽ ഓരോന്നിലും കൊണ്ടുപോകുമ്പോഴത്തേക്കും സ്റ്റേജിന്റെ ബാക്കിൽ കിടത്തി നിന്നെ ഉറക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. പിന്നെ ഇതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ് ഈ കമന്റിൽ വരുന്നത്. അപ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല, എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയത്തില്ല, അത് ഞാൻ വിടുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറയുന്ന ഈ അമ്മ കാണിക്കുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ കിച്ചുവിനോട്, ആ ഒരു സാധനം രേണുവിന്റെ കയ്യിൽ നിന്ന് എന്തായാലും കിച്ചുവിന് കിട്ടിയിട്ടില്ല. രേണു ചുമ്മാ ഇരുന്ന് ഷോ കാണിക്കത്തേ ഉള്ളൂ. എന്റെ മകനാണ്, എനിക്ക് അവൻ എന്റെ സ്വന്തം മോൻ തന്നെയാണ്, അങ്ങനെയാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് വാചകം അടിക്കത്തേ ഉള്ളൂ. കള്ളത്തരങ്ങൾ വന്ന് പറയത്തേ ഉള്ളൂ ആ സ്ത്രീ. ഈ സ്നേഹവും കെയറും ഒക്കെ ആ ഒരു രേണു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വീഡിയോ അവൻ ഇങ്ങനെ ഇടത്തില്ലായിരുന്നു. ശരിക്കും പിന്നെ അവൻ എന്തോരം മെന്റലി ഇതായിട്ടായിരിക്കും ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയെങ്കിലും രേണുവിന് ഈ അഹങ്കാരം ഒന്ന് കുറച്ചുകൂടെ. ഇനി രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 1-2 വീഡിയോ വന്നിട്ടുണ്ട്, അത് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഈ കാണുന്ന ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾ ഈ കാണുന്ന രേണു അല്ല, രേണു സുധി അല്ല. അവരൊരു മനുഷ്യനാണ്. ഈ ക്യാമറ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർക്കൊരു മനസ്സുണ്ട്, അത് നിങ്ങൾ ആരും കാണുന്നില്ല. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഇപ്പൊ മോനായിട്ടുള്ള എന്ത് മനസ്സാണ് ആ സ്ത്രീക്കുള്ളത്? അങ്ങനെ മനസ്സുള്ള ഒരു സ്ത്രീ വന്ന് പറയുമോ സ്വന്തം മരിച്ചുപോയ ഭർത്താവിന്റെ കുഴിമാടം തോണ്ടുക, അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എന്താണ് DNA ടെസ്റ്റ് നടത്തണം എന്നൊക്കെ പറയുമോ? ഇതാരാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന ഈ ഇടയായിട്ട് കാണിക്കുന്ന ഓരോ കോപ്രായത്തരങ്ങൾ കാണുന്നതാണ് നമ്മളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ആ കാണിക്കുന്ന വീഡിയോ, ചേച്ചി ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങ് ഏറ്റവും അപരാധമാണ്. ആവശ്യമില്ലാത്ത ഓരോ ഡ്രസ്സിങ്ങും അതും ഇതും ഒക്കെയാണ് കിടന്ന് കാണിക്കുന്നത്. ദേണുശ്വരം മോനും അവർ തമ്മിലുള്ള എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് അവർ അമ്മയും മോനുള്ള വിഷയമല്ലേ. അപ്പൊ അതിന്റെ ഉള്ളിൽ പുറത്ത് കിടക്കുന്നത് പുറകിൽ എന്താണെന്നുള്ളത് നമ്മൾക്ക് ഈ പറയുന്ന എനിക്കോ ഈ ചോദിക്കുന്ന നിങ്ങൾക്കോ ഈ കാണുന്ന നാട്ടുകാർക്കോ അറിയില്ല. അപ്പൊ അത് അറിയാത്ത കാര്യങ്ങൾ വിളിച്ച് പറയും. അപ്പൊ ഈ വിഷയം ഞങ്ങളാണോ കൊണ്ടുവന്ന് പബ്ലിക്കിൽ ഇട്ടത്? അല്ല, കൊല്ലസുധിയുടെ മൂത്ത പുത്രനായിട്ടുള്ള ആ മകൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടത് ഇതെല്ലാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ട് പിന്നെ എല്ലാവരും കാണുന്ന ഒരു സംഭവമല്ല, പബ്ലിക്കായിട്ട് എല്ലാവരും കാണുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. സോ അപ്പൊ ഞങ്ങൾക്ക് ഇതെല്ലാം എന്താണെങ്കിലും റിയാക്ട് ചെയ്യാനുള്ള പിന്നെ വകുപ്പുണ്ട്. ഇവരുടെയൊക്കെ വിചാരം കേട്ട് കഴിഞ്ഞാൽ അവരമ്മയും മകനും അല്ലേ, നിങ്ങൾ എന്തിനാ ഇതിനെ ഇടപെടുന്നതെന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ നാട്ടിലുള്ള ഈ ന്യൂസ് ചാനലുകളും കാര്യങ്ങളും ഒക്കെ പിന്നെ എന്തിനാ? അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒതുക്കി തീർത്തൂടെ എല്ലാ കാര്യങ്ങളും? ചുമ്മാ വന്നിരുന്ന് ഓരോന്നൊക്കെ സപ്പോർട്ട് ചെയ്യുവാണ്. അതിപ്പോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ക്വാളിറ്റിയും കൂടെ നിങ്ങൾ നോക്കണം. ഇതിന്റെ സൈഡിൽ കൂടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയട്ടെ, എന്റെ പേഴ്സണൽ ഇതാണ് കേട്ടോ, അവർക്കും കൂടി റീച്ച് ആവണം. ഈ വന്ന അഭിപ്രായം പറയുന്നവർക്കും കൂടി റീച്ച് ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്ത് ഇടുന്നത്, അത്രേ ഉള്ളൂ. ബാക്കി ചേച്ചി അന്ന് ഇട്ട ഒരു വീഡിയോ ആത്മഹത്യയുടെ ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് സംസാരിച്ച
ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണ് വന്നിരുന്ന് വേറൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു. അല്ല, അതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? ആക്ച്വലി ഞാനും ദിയാസാനെയും രേണു ചേച്ചിയും കൂടി വീഡിയോ കോളിൽ വിളിച്ചിരുന്നു. ചേച്ചി രേണു ഭയങ്കര സാഡ് ആയതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തില്ല സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് സംസാരിച്ച് ആ ഒരു മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം ശാന്തമായ വീഡിയോ കണ്ട് അതിനുശേഷം പബ്ലിക് കണ്ട വീഡിയോകളൊക്കെ എല്ലാവർക്കും അറിയാം. രേണു കാണിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് എല്ലാവർക്കും ഇപ്പൊ അറിയാം. രേണു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് പറയുന്നുണ്ട് രേണുവിനെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കുന്നു, നാണമില്ലെന്ന്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. എല്ലാരും ഇല്ല, കുറച്ച് യൂട്യൂബേഴ്സ് മാത്രം കാര്യം എന്താണ് സത്യം എന്താണെന്ന് അറിയാതെ എന്നെ അങ്ങ് കുറ്റം പറഞ്ഞ് അങ്ങ് വ്യൂസ് കൂട്ടി അങ്ങ് വരുമാനം ഉണ്ടാക്കുക. നാണം ഉണ്ടോ നിനക്കൊക്കെ? കുറ്റം പറഞ്ഞ് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ചാനൽ തുടങ്ങാം, നിങ്ങൾക്ക് അതിനകത്ത് ഇഷ്ടമുള്ള എല്ലാം കാണിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാം. എങ്കിൽ പിന്നെന്താണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയാല്? നിങ്ങൾക്കുണ്ടോ ഈ നാണോ എന്ന് പറയുന്ന സാധനം? പിന്നെന്തിനാണ് ഞങ്ങൾക്ക്? ഞങ്ങളാണെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തികൾ എടുത്തു വെച്ചാണ് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങളാരും ഇവിടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും കാണിക്കുന്നില്ല. ഒക്കെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എന്നെ കുറ്റം പറയാതെ വേറൊരു വിഷയം ഇട്ടിട്ട് നീക്ക് ഇത്ര റീച്ച് ഉണ്ടാക്കാൻ നോക്കും. കേട്ടില്ല? സപ്പോർട്ടീവ് ചെയ്ത് വീഡിയോ ചെയ്താലല്ല ഇത്രയും വ്യൂവേഴ്സ് വരുന്നത്. രേണുവിനെ കുറ്റം പറഞ്ഞാലാണ് ഇത്രയും വ്യൂസ് കിട്ടുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? രേണുവിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് കേരളത്തിൽ മെജോറിറ്റി. അതുകൊണ്ടാണ് ഇത്രയും വ്യൂവേഴ്സ് കിട്ടുന്നത്. രേണു ചേച്ചിന്റെ വിചാരം എന്താണെന്ന് അറിയോ? രേണുവിന്റെ വിചാരം രേണു എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയാണ്. മനസ്സിലായോ? നിങ്ങളെല്ലാരും വെറുക്കുവാണ്. നിങ്ങളുടെ പ്രവൃത്തികളെ എല്ലാരും വെറുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ രേണുവിനെ കുറ്റം പറഞ്ഞൊരു വീഡിയോ ഇടുമ്പോ എല്ലാവരും അത് കയറി കാണുന്നത്. എന്നെ കുറ്റം പറയുകയും ചെയ്യണം. അവരൊക്കെ നല്ല വരുമാനം കിട്ടണം. കുറച്ച് യൂട്യൂബേഴ്സ്, കുറച്ച് നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ. അവരുടെയൊക്കെ ഞാൻ കാണാറുമുണ്ട്. എന്താ പറയാ, എന്നെ പറ്റി പറയുന്ന കാണാറുമുണ്ട്. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചാനലിൽ നല്ല വ്യൂവർഷിപ്പ് ഉണ്ടോന്നൊന്ന് കാണിച്ചു തരുമോ? ഉണ്ടാവത്തില്ല. കാര്യം ആൾക്കാർക്ക് ഇൻട്രസ്റ്റഡ് അല്ല. ഒരു മനുഷ്യർക്കും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് വാക്ക് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളായിട്ട് തന്നെയാണ് അവരുടെ മനസ്സിലൊരു ഇമേജ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നിങ്ങൾ എന്ത് നല്ലത് ചെയ്താലും ഇപ്പോൾ അത് ദഹിക്കത്തില്ല. ആ ഒരു അവസ്ഥയാണ്. ഇത് ചുമ്മാ എന്റെ സത്യം എന്താണെന്ന് പോലും അറിയാതെ കുറ്റം മാത്രം പറഞ്ഞ് ആധികാരികമായിട്ട് അങ്ങ് എടുത്തിട്ടങ്ങ് പൈസ റീച്ചും പൈസ അങ്ങ് വാരുക. നാണമുണ്ടോ? എന്തായാലും സബ്സ്ക്രിപ്ഷൻ പരിപാടി നിങ്ങൾ ആദ്യം നിർത്തും, എന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വിളിക്കാം. അതിനകത്ത് എന്തൊക്കെയാണ് കാണിക്കേണ്ടത് കോപ്പെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് നിർത്താതെ എന്നിട്ട് നമുക്ക് ആലോചിക്കും റിയാക്ഷൻ നിർത്തണോ വേണ്ടത്. നമ്മളൊക്കെ ഇങ്ങനെ പ്രതികരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്? അതുകൊണ്ടൊന്ന് സ്വന്തമായിട്ട് ചിന്തിക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്. നിങ്ങൾക്ക് എന്നോ ചെയ്തല്ലേ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇതിരുന്ന് പറയാൻ വേണ്ടിട്ട് ഒരു ഫോണും ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഒന്നും അറിയത്തില്ല. രേണുസുതി അങ്ങ് പറഞ്ഞോണ്ടിരിക്കുക. എടാ വിപിൻലാൽ എന്ന് പറയുന്ന ഡയറക്ടർ നാണം കെട്ടവനെ. നിന്റെ ഇന്നത്തെ ഇന്റർവ്യൂ ഞാൻ കണ്ട്. അതിനകത്ത് നീ വെൽ പ്ലാൻഡ് ആണെന്ന് നിന്റെ വായും തന്നെ തെളിയിച്ചിട്ടുണ്ട്. നിന്റെ നാക്ക് തന്നെ നിനക്ക് പിഴയായി. നിന്റെ നാക്ക് പിഴച്ചു. ഈ വിപിൻലാൽ ആരാണെന്നോ ഇവരുടെ ആൽബം എന്താണെന്നോ നമ്മൾ ആരും കാണാനൊന്നും പോയിട്ടില്ല. ഇവനെയൊക്കെ രംഗത്ത് കൊണ്ടുവരുന്ന ആരാണ്? നിങ്ങളൊക്കെ തന്നെയല്ലേ. ശരിക്കും പറഞ്ഞാൽ അവൻ നിങ്ങളുടെ ഓരോ കാര്യത്തില് വന്ന് നിങ്ങളെ കുറിച്ച് ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് യാതൊരു യോജിപ്പും ഇല്ല അതിനൊന്നും. അവന്റെ ഭാഗത്തും തെറ്റുകളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞ സമൂഹത്തിന് എന്ത് നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ഒരിക്കലും പോസിറ്റീവിലൂടെ അല്ല ഫേമസ് ആയിട്ടുള്ളത്, നെഗറ്റീവിലൂടെ മാത്രമാണ്. ഈ ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് നിങ്ങൾ എന്ത് കോപ്രായത്തരമൊക്കെ കാണിച്ചുകൊണ്ട് നടന്നത്. ആ ഒരു വീഡിയോയിൽ ദാസേട്ടൻ കോഴിക്കോടിന്റെ എന്ത് തരം കണ്ടന്റ് ആണ് നിങ്ങൾ ഇട്ട് കൊടുത്തത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എന്തായാലും പിന്നെ എനിക്ക് പറയാനുള്ളത് ആ ഡയറക്ടറുടെ കാര്യം. അതിനെപ്പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. അവന് ലേശമെങ്കിലും ബോധമുണ്ടെങ്കിൽ അവൻ ഇങ്ങനെയുള്ള പ്രവർത്തിക്കൊക്കെ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം എന്ന നിലയിൽ നീ തന്നെ പറയുന്നുണ്ട് ഈ ഓരോ കണ്ടന്റ് എടുത്തിട്ട് താത്തയായിട്ട്, അതായത് ഷഫീന ബീവി തെർത്താത്തയ്ക്ക് കൊടുക്കാനുള്ള കണ്ടന്റ് മാത്രമായിരുന്നു നിന്റെ ആൽബം എന്ന് പറയുന്ന പ്ലാൻ. എന്നെ പ്ലാൻ ചെയ്ത് നീയൊക്കെ വരുത്തിയിട്ട് എന്നെ പീഡിപ്പിച്ച്. ശരിക്കും പറഞ്ഞാൽ അയാള് എന്തോ നിങ്ങളെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ ആൽബം ചെയ്യാൻ വേണ്ടി ഇരുന്ന് അയാൾ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തില്ല. അപ്പോ അയാള് എന്താ വിചാരിച്ചത്? ചുളുവിൽ അയാൾക്കൊന്ന് ഫേമസ് ആവാം, ഈ ഒരു കാരണം വെച്ച് ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ അയാള് എന്തായാലും രേണുവിന്റെ കേസ് ആയതുകൊണ്ട് ഓൾറെഡി അയാളും ഈ അറിയാം രേണുവിന്റെ ഒരു കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളും വൈറലാവും. അല്ലാതെ പ്ലാൻ ചെയ്ത് നിങ്ങളെ ട്രാപ്പിലാക്കേണ്ട കാര്യമൊന്നും അയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുവേണ്ടി അയാൾക്കൊന്ന് വൈറലാവണം. അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ച് നീ കള്ളു കുടിക്കുന്ന സീനൊക്കെ ആക്കിയിട്ട് വൃത്തികെട്ട രീതിയിൽ എന്നെ ആക്കി തീർത്തിട്ട് താത്തയ്ക്ക് കണ്ടന്റ് കൊടുക്കാനുള്ള വെൽ പ്ലാൻഡ് തന്നെയായിരുന്നു അല്ലെ? പീഡന ശ്രമം തന്നെയാണ് അവിടെ നടന്നത് അല്ലെ? ടോർച്ചറിങ്ങും പീഡന ശ്രമം.
കാണാം, നമുക്ക് കാണാം. പിന്നെ എന്റെ മീഡിയക്കാരായ സുഹൃത്തുക്കളെ, നീ തന്നെ നിന്റെ പ്രൊമോഷൻ തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെന്റെ രക്ഷകരായിട്ട് എത്തി. ഒത്തിരി നന്ദി അവർക്ക്. അതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്തായാലും നമുക്ക് കാണാം ഡയറക്ടറെ, ബാക്കി നമുക്ക് പീഡനമാണെന്നുള്ള രീതിയിൽ വരെ രേണു കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. കാര്യം രേണു അല്ലേ, അതല്ല അതിനപ്പുറവും ചെയ്യും. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ രേണുവിനെ വെച്ചിട്ട് ആൽബവും കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ്. നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ തന്നെയായിരിക്കും ഭാവിയിൽ കിട്ടാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും അന്ന് രേണു പറയുന്നത്. പീഡിപ്പിക്കാൻ ശ്രമിച്ചു, എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയായിരിക്കും ഈ സ്ത്രീ വന്ന് വിളിച്ചു പറയാൻ പോകുന്നത്. അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് സൂക്ഷിച്ചോളുക. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.